മജ്ലിസ് പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഫിഖ് 3 മുതൽ 15 വരെയുള്ള പാഠങ്ങളിലെ MCQ ടൈപ്പിലുള്ള 50 ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്നതാണ് ഈ വീഡിയോ. ഒന്ന്, വിവാഹ സദ്യക്ക് പറയുന്നത് വലിയ, വലീമ, അഖ്ദത്ത്, മീസാഖ്. ഉത്തരം ബി, വലീമ. വലീമ എന്നാണ് വിവാഹ സദ്യക്ക് പറയുക. രണ്ട്, സകാത്തിൻ്റെ അവകാശികൾ എത്ര? 7, 8, 9, 10. ഉത്തരം ബി, 8. സകാത്തിൻ്റെ അവകാശികൾ 8 എന്നാണ് ഖുർആൻ പറയുന്നത്. 3, ഖാളി മുഖേന വിവാഹബന്ധം വിച്ഛേദിക്കുന്നതാണ് ഫസ്ഖ്, ത്വലാഖ്, ഖുൽ, ഇദ്ദ. ഉത്തരം എ, ഫസ്ഖ്. ഖാളി മുഖേന വിവാഹബന്ധം വിച്ഛേദിക്കുന്നതിന് ഫസ്ഖ് എന്നാണ് പറയുക. 4, ഉംറ സന്ദർശനം. ഹജ്ജ് എന്താണ്? യാത്ര, കർമ്മം, ആഗ്രഹം, ഉദ്ദേശം. ഉത്തരം ഡി, ഉദ്ദേശം. ഹജ്ജിൻ്റെ അർത്ഥമാണ് ഉദ്ദേശിക്കുക എന്നുള്ളത്. 5, ശരിയായ പ്രസ്താവന ഏത്? മഹറിന് നിശ്ചിത പരിധിയുണ്ട്. വിവാഹിതയാകുന്ന സ്ത്രീ പുരുഷന് മഹ്റൂമാത്തിൽ ഉള്ളവളാവുക. വിവാഹ സദ്യ നിർബന്ധമാണ്. വലിയ ഇല്ലാത്ത സ്ത്രീക്ക് തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഖാളിയെ ചുമതലപ്പെടുത്താവുന്നതാണ്. ശരിയായ പ്രസ്താവന: വലിയ ഇല്ലാത്ത സ്ത്രീക്ക് തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഖാളിയെ ചുമതലപ്പെടുത്താവുന്നതാണ്. 6, ജീവിതത്തിൽ ഒരു തവണ നിർബന്ധമുള്ള കർമ്മമാണ് ഹജ്ജ്, ഉംറ, നമസ്കാരം, സകാത്ത്. ഉത്തരം എ, ഹജ്ജ്. ജീവിതത്തിൽ ഒരു തവണ നിർബന്ധമുള്ള കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. 7, ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് തമത്തു, ഖിറാൻ, ഇഫ്രാദ്, ഇഫാത്ത്. ഉത്തരം ബി, ഖിറാൻ. ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് ഖിറാൻ എന്ന് പറയും. 8, മഹർ എന്നാൽ എന്ത്? വധു വരന് നൽകുന്ന പാരിതോഷികം, വരൻ വധുവിന് നൽകുന്ന പാരിതോഷികം, വരൻ വധുവിന് വിവാഹം സാധുവാകാൻ നൽകുന്നത്, വധുവിൻ്റെ പിതാവ് വരന് നൽകുന്നത്. ഉത്തരം സി, വരൻ വധുവിന് വിവാഹം സാധുവാകാൻ നൽകുന്ന വിവാഹമൂല്യമാണ് മഹർ. 9, ദുൽഹജ്ജ് 10 പറയുന്നത്? യൗമുൻ നഹർ, യൗമു അറഫ, യൗമുൽ വിദാ, അയ്യാമു തശ്രീഖ്. ഉത്തരം എ, യൗമുൻ നഹർ. ദുൽഹജ്ജ് 10 യൗമുൻ നഹർ എന്നാണ് പറയുന്നത്. 10, വിവാഹത്തെ സംബന്ധിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ദീനിൻ്റെ പകുതി പൂർത്തീകരിച്ചിരിക്കുന്നു. വിവാഹം കഴിച്ചവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. വിവാഹം കഴിച്ചവന് സാമ്പത്തിക സുസ്ഥിതി ഉണ്ടാകും. വിവാഹം ഒരാളെ സത്യസന്ധനാക്കും. ഉത്തരം എ, ദീനിൻ്റെ പകുതി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് വിവാഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 11, ഇന്ത്യക്കാരുടെ മീഖാത്ത് ദുൽഹുലൈഫ, യലംലം, കർണുൽ മനാസിൽ, ജുഹ്ഫ. ഉത്തരം ബി, യലംലം. ഇന്ത്യക്കാരുടെ മീഖാത്താണ് യലംലം.
12. വിവാഹം സാധുവാകുന്നതിന് നിർബന്ധമായും നൽകേണ്ട ഒന്നാണ് സ്ത്രീധനം, മഹർ, വലീമത്ത്, വസ്ത്രം. ഉത്തരം ബി, മഹർ. വിവാഹം സാധുവാകുന്നതിന് മഹർ നിർബന്ധമായും നൽകേണ്ടതാണ്. 13. യൗമുൻ നഹർ എന്നറിയപ്പെടുന്ന ദിവസം അയ്യാമുത്ത് തശ്രീഖ്, ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 10, ദുൽഖഅദ് 2. ഉത്തരം സി, ദുൽഹജ്ജ് 10. ദുൽഹജ്ജ് 10-നാണ് യൗമുൻ നഹർ എന്ന് പറയപ്പെടുന്നത്. 14. കഅബയെ ചുറ്റുന്നതിന് പറയുന്ന പേര് തവാഫ്, ഖുദൂം, വദാ, സഈ. ഉത്തരം എ, തവാഫ്. കഅബയെ ചുറ്റുന്നതിന് തവാഫ് എന്നാണ് പറയുക. 15. കൂട്ടത്തിൽ പെടാത്തത് നിക്കാഹ്, സ്വദഖ, മഹർ, കഫാഅത്ത്. ഉത്തരം ബി, സ്വദഖ. 16. ജംറത്തുൽ അഖബ സ്ഥിതി ചെയ്യുന്നത് മുസ്തലിഫയിൽ, അറഫയിൽ, സഫ മർവയിൽ, മിനായിൽ. ഉത്തരം ഡി, മിനായിൽ. ജംറത്തുൽ അഖബ സ്ഥിതി ചെയ്യുന്നത് മിനായിലാണ്. 17. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ എന്ന പ്രാർത്ഥന ആർക്കു വേണ്ടിയുള്ളതാണ്? നവദമ്പതികൾക്ക്, രോഗികൾക്ക്, യാത്രക്കാർക്ക്, ഷഹീദുകൾക്ക്. ഉത്തരം എ, നവദമ്പതികൾക്ക്, വധൂവരന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. 18. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമളാനിൽ നിർവഹിക്കുന്ന ഉംറ ഡേഷിന് തുല്യമാണ്. നോമ്പ്, ഹജ്ജ്, ഷഹീദ്, ബലികർമ്മം. ഉത്തരം ബി, ഹജ്ജ്. റമളാനിലെ ഉംറ ഹജ്ജിന് തുല്യമാണ്. 19. കഴിവും ആഗ്രഹവും ഉണ്ടായിരിക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയത് ചെയ്തു പോകുമെന്ന് ഭീതിയില്ലെങ്കിൽ വിവാഹം ഡാഷ് ആണ്. വാജിബ്, ഹറാം, ഫർള്, സുന്നത്ത്. ഉത്തരം സുന്നത്ത്. 20. വിവാഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സന്താനലബ്ധി, സമ്പത്ത്, പാരമ്പര്യം ഇവയൊന്നുമല്ല. ഉത്തരം എ, സന്താനലബ്ധി. വിവാഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സന്താനലബ്ധിയാണ്. 21. കഫാഅത്തിൻ്റെ അർത്ഥം ദുർബലപ്പെടുത്തൽ, സമത്വം, വിവാഹമോചനം, ഉടമ്പടി. ഉത്തരം ബി, സമത്വം. കഫാഅത്തിൻ്റെ ഒരു അർത്ഥമാണ് സമത്വം എന്നത്. 22. വിവാഹാലോചന നടന്ന സ്ത്രീയുമായി പുരുഷൻ ഒരിടത്ത് തനിച്ചാകുന്നത് ഹറാമാണ്, സുന്നത്താണ്, ജായിസാണ്, വാജിബാണ്. ഉത്തരം എ, ഹറാമാണ്. വിവാഹാലോചന നടന്ന സ്ത്രീയുമായി പുരുഷൻ ഒരിടത്ത് തനിച്ചാവുന്നത് ഹറാമാണ്. 23. താൻ സഹായിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത 3 വിഭാഗത്തിൽ ഒരാൾ നന്മ ചെയ്യുന്നവർ, സദാചാരം പാലിക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹിതൻ, നോമ്പ് അനുഷ്ഠിക്കുന്നവർ, ദാനധർമ്മം നൽകുന്നവർ. ഉത്തരം ബി, സദാചാരം പാലിക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹിതൻ.
24 വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ മുൻഗണന നൽകേണ്ടത് സൗന്ദര്യം, സമ്പത്ത്, ദീൻ, തറവാടിത്തം. ഉത്തരം സി, ദീൻ. വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദീനിനാണ് മുൻഗണന നൽകേണ്ടത്. 25 വിശ്വാസിയുടെ നേട്ടങ്ങളിൽ അള്ളാഹുവോടുള്ള തഖ്വ കഴിച്ചാൽ ഏറ്റവും ഗുണകരമായത് വാഹനം, വീട്, മക്കൾ, സൽവൃത്തയായ ഭാര്യ. ഉത്തരം സൽവൃത്തയായ ഭാര്യയാണ് അള്ളാഹുവോടുള്ള തഖ്വ കഴിച്ചാൽ ഏറ്റവും ഗുണകരമായത്. 26 വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവർക്കും ബന്ധുമിത്രാദികൾക്കും സന്തോഷസൂചകമായി നൽകുന്ന വിരുന്നാണ് ഇഫ്തിറാഹ്, ത്വഹാറത്ത്, വലീമ, വലിയ്. ഉത്തരം സി, വലീമ. വിവാഹ സദ്യക്ക് വലീമത്ത് എന്നാണ് പറയുന്നത്. 27 വിവാഹത്തിന് കഴിവും ആഗ്രഹവും ഉണ്ടാവുകയും അതോടൊപ്പം വ്യഭിചാരത്തിലകപ്പെടുമെന്ന് ഭയപ്പെടുകയും ചെയ്താൽ വിവാഹം വാജിബാണ്, സുന്നത്താണ്, മക്റൂഹാണ്, ജായിസാണ്. വാജിബാണ്. 28 ഉംറയുടെ റുക്കുനുകളിൽ പെടാത്തതാണ് അറഫയിൽ നിൽക്കൽ, തവാഫ്, സഅയ്, ഇഹ്റാം. ഉത്തരം എ, അറഫയിൽ നിൽക്കൽ. അറഫയിൽ നിൽക്കൽ ഉംറയുടെ റുക്കുനുകളിൽ പെടാത്തതാണ്. 29 തെറ്റായ പ്രസ്താവന ഏത്? എല്ലാ വസ്തുക്കളും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഭാര്യയോടുള്ള ശാരീരിക ബാധ്യതകൾ നിർവഹിക്കാൻ കഴിവില്ലാത്തവൻ വിവാഹം കഴിക്കൽ നിർബന്ധമാണ്. സൽവൃത്തയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. ഉത്തരം ഭാര്യയോടുള്ള ശാരീരിക ബാധ്യതകൾ നിർവഹിക്കാൻ കഴിവില്ലാത്തവൻ വിവാഹം കഴിക്കൽ നിർബന്ധമാണ്. തെറ്റായ പ്രസ്താവന. ഡേഷ് വരന് പ്രബലമായ സുന്നത്താണ് വലീമത്ത്, നിക്കാഹ്, മഹർ, വസ്ത്രം. ഉത്തരം എ, വലീമത്ത്. വലീമത്ത് വരന് പ്രബലമായ സുന്നത്താണ്. ഉത്തരം വലീമത്ത്. 31 നിക്കാഹിന് എത്ര സാക്ഷികളാണ് നിർബന്ധം? 1, 2, 3, 4. ഉത്തരം ബി, 2. നിക്കാഹിന് 2 സാക്ഷികൾ നിർബന്ധമാണ്. 32 സക്കാത്തിൻ്റെ കാര്യത്തിൽ ശരിയായത് ഏത്? എ, ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് വാങ്ങാം. ബി, അധ്വാനിക്കാൻ ശേഷിയുള്ളവനും ആരാധനാകർമ്മങ്ങളിൽ മാത്രം മുഴുകുന്നവനുമായ ആൾക്ക് സക്കാത്ത് നൽകാം. സി, റിആഓടുകൂടി സക്കാത്ത് പരസ്യപ്പെടുത്തുന്നതിൽ തെറ്റില്ല. ഡി, സക്കാത്ത് ഉദ്യോഗസ്ഥർക്ക് സക്കാത്തിന് അർഹതയില്ല. ശരിയായ പ്രസ്താവന ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് വാങ്ങാം. ഭാര്യ ധനികയാവുകയും ഭർത്താവ് ദരിദ്രനാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാര്യയുടെ സക്കാത്തിന് ഭർത്താവ് വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ് ഇസ്ലാം അവകാശപ്പെടുന്നത്. 33 യൗമു തർവിയ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 7, ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 10. ഉത്തരം എ, ദുൽഹജ്ജ് 8-നാണ് യൗമു തർവിയ എന്ന് പറയുന്നത്. 34 ദുൽഹജ്ജ് 9-ന് പറയുന്നത് യൗമു തർവിയ, യൗമു നഹർ, യൗമു അറഫ, യൗമു ഫുർഖാൻ.
ഉത്തരം സി യൗമു അറഫ. ദുൽഹജ്ജ് 9 യൗമു അറഫ എന്നാണ് പറയുക. 35 ഹജ്ജിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പത്നി ഹാജറയെ അനുസ്മരിക്കുന്ന കർമ്മം തവാഫ്, സഅയ്, അറഫയിൽ നിൽക്കൽ, ഇഹ്റാം. ഉത്തരം ബി സഅയ്. സഫ മർവക്കിടയിലുള്ള ഓട്ടമാണ് സഅയ്. ഹാജറയെ സഅയിലാണ് നാം ഓർക്കുന്നത്. 36 പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരും ഇസ്ലാമിനെ പ്രശംസിക്കുകയും അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് സഹായകമായി തീരുകയും ചെയ്യുന്നവർ. ഇതിനോട് യോജിക്കുന്നത് ഫക്കീർ, മിസ്കീൻ, മുഅല്ലഫത്ത് ഖുലൂബ്, ഇബ്നു സബീൽ. ഉത്തരം സി മുഅല്ലഫത്ത് ഖുലൂബ്, മനസ്സ് ഇണക്കപ്പെട്ടവർ. 37 വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽപ്പെടാത്തത് സ്നേഹം, സമ്പത്ത്, കാരുണ്യം, ശാന്തത. ഉത്തരം ബി സമ്പത്ത്. വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽപ്പെടാത്തതാണ് സമ്പത്ത്. 38 പെൺകുട്ടിയുടെ രക്ഷിതാവിന് അറബിയിൽ പറയുന്നത് വലീമ, വലിയ്, ഉസ്താദ്, വാലിദൈൻ. ഉത്തരം ബി വലിയ്. വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ വലിയ് ഉണ്ടാവുക നിർബന്ധമാണ്. 39 സകാത്തിൻ്റെ 8 അവകാശികളെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഏത് സൂറത്തിലാണ്? അൽ ബഖറ, അൽ മാഇദ, അത്തൗബ, അന്നാസിയാത്ത്. ഉത്തരം സി അത്തൗബ. സൂറത്തു തൗബയിലാണ് സകാത്തിൻ്റെ 8 അവകാശികളെക്കുറിച്ച് ഖുർആൻ പറയുന്നത്. 40 വിശ്വാസിക്ക് ദീനിൻ്റെ പകുതി നേടിക്കൊടുക്കുന്ന ഇബാദത്താണ് ഹജ്ജ്, ബലി, വിവാഹം, ഉംറ. ഉത്തരം സി വിവാഹം. വിശ്വാസിക്ക് ദീനിൻ്റെ പകുതി നേടിക്കൊടുക്കുന്നു എന്നാണ് വിവാഹത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചത്. 41 റമദാൻ അവസാനിക്കുന്നതോടെ നിർബന്ധമാകുന്ന ഒന്നാണ് ഹജ്ജ്, സകാത്ത്, ഫിത്തർ സകാത്ത്, ഉംറ. ഉത്തരം സി ഫിത്തർ സകാത്ത്. റമദാൻ അവസാനിക്കുന്നതോടുകൂടി നിർബന്ധമാകുന്നതാണ് ഫിത്തർ സകാത്ത്. 42 സ്ഥായിയായ ദാനത്തിന് പറയുന്നത് സദഖ, സദഖത്തുൻ ജാരിയ, സകാത്ത്, അമല്. ഉത്തരം ബി സ്വതക്കത്തുൻ ജാരിയ. സ്വതക്കത്തുൻ ജാരിയ എന്നാൽ സ്ഥായിയായ ദാനം എന്നാണ് അർത്ഥം. 43 ഹജ്ജ് എന്ന പദത്തിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുക, സന്ദർശനം, വളർച്ച, യാത്ര. ഉത്തരം എ ഉദ്ദേശിക്കുക. ഹജ്ജ് എന്ന പദത്തിന് ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. 44 മരണശേഷവും നിൽക്കുന്ന സ്വതക്കകളിൽ പെടാത്തതാണ് അറിവ്, നല്ല മക്കളുടെ പ്രാർത്ഥന, സ്ഥായിയായ ദാനം, സൗന്ദര്യം. ഉത്തരം ഡി സൗന്ദര്യം. മരണശേഷവും നിലനിൽക്കുന്ന സ്വതക്കകളിൽ പെടാത്തതാണ് സൗന്ദര്യം. 45 ഇബ്രാഹിം നബിയുടെ ഏത് ഭാര്യയെയാണ് ഹജ്ജ് കർമ്മങ്ങളിൽ ഓർക്കുന്നത്? ഖദീജ, ആയിഷ, ഹാജറ, സാറ. ഉത്തരം സി ഹാജറ. ഹാജറ ബീവിയെയാണ് സഫ മറവക്കിടയിലുള്ള സഅയ് നടത്തുമ്പോൾ ഹാജിമാർ ഓർക്കുന്നത്. 46 ഹജ്ജ് നിർബന്ധമാക്കിയ വർഷം ഹിജ്റ 2, ഹിജ്റ 12, ഹിജ്റ 10, ഹിജ്റ 6. ഉത്തരം ഡി ഹിജ്റ 6-നാണ്
ഹജ്ജ് നിർബന്ധമാക്കിയത് എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്? ഉത്തരം ഹിജ്റ 6. 47. അള്ളാഹുവിൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ ആരാധനാ കർമ്മം? നോമ്പ്, ഹജ്ജ്, നമസ്കാരം, നോമ്പ്. ഉത്തരം ഹജ്ജ്. ഹജ്ജ് കർമ്മത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ അതിഥികളെന്ന് പറഞ്ഞിരിക്കുന്നത്. 48. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് വരുന്നവർ ആദ്യം ചെയ്യുന്ന തവാഫിനാണ് തവാഫുൽ ഖുദൂം, തവാഫുൽ ഇഫാദ, തവാഫുൽ വദാ, തവാഫു തവത്തോ. ഉത്തരം തവാഫുൽ ഖുദൂം. തവാഫുൽ ഖുദൂം എന്നാണ് പറയുക. 49. ഹജ്ജിൻ്റെ റുക്കുനുകളിൽ പെടാത്തത്? അറഫയിൽ നിൽക്കൽ, തവാഫ്, മിനയിൽ താമസിക്കൽ, സഅയ്. ഉത്തരം സി, മിനയിൽ താമസിക്കൽ. ഹജ്ജിൻ്റെ റുക്കുനുകളിൽ പെടാത്തതാണ് മിനയിൽ താമസിക്കൽ. 50. ഹജ്ജ് നിർവഹിച്ച ശേഷം ഉംറക്കായി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതാണ് ഇഫ്രാദ്, ഖിറാൻ, തമത്തു, വിദാ. ഉത്തരം എ, ഇഫ്രാദ്. ഹജ്ജ് നിർവഹിച്ച ശേഷം ഉംറക്കായി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതാണ് ഇഫ്രാദ്.